നാളെ നീളെ എന്ന് പറഞ്ഞ് നടന്നിരുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒടുവിൽ ചേർന്നു. നേതാക്കളെല്ലാം ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തോടെ മുന്നോട്ട് പോകാമെന്നായിരുന്നു AICCയുടെ ധാരണ. പക്ഷേ യോഗശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള ഭിന്നത പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്നുണ്ടെന്നും ഇരുവരും ഒരുമിച്ചിരുന്ന് വാർത്താസമ്മേളനം നടത്തി ഐക്യം വ്യക്തമാക്കണമെന്നുമായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിലെ തീരുമാനം. ഇന്നലെ 11 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വാർത്താസമ്മേളനത്തിന് ധാരണയാവുകയും ചെയ്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹന് അപകടം സംഭവിച്ചതിനാൽ വാർത്താസമ്മേളനം മാറ്റിയെന്നായിരുന്നു ഇന്നലെ നൽകിയ വിശദീകരണം. എന്നാൽ ഇന്നലെ ഉച്ചവരെ ദീപാദാസ് മുൻഷിയും K സുധാകരനും VD സതീശനും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും വാർത്താസമ്മേളനത്തിനെത്തിയില്ല. ഒരുമിച്ചിരിക്കാനുള്ള സമയത്തിൽ നേതാക്കൾ തമ്മിൽ ഇന്നും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഇതിനിടെ പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് AICC. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തുകയാണ്. K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം ആളെ കൊണ്ടുവരണമെന്നാണ് VD സതീശനൊപ്പമുള്ളവർ വാദിക്കുന്നത്. എന്നാൽ തിരക്കിട്ടുള്ള പുനഃസംഘടന തിരിച്ചടിയാകുമെന്നാണ് മറുഭാഗത്തിന്റെ വാദം. തദ്ദേശ തിരഞ്ഞെടുപ്പടക്കം വരാനിരിക്കെ പുനഃസംഘടന ഭിന്നത രൂക്ഷമാക്കുമെന്ന നിലപാടാണ് AI ഗ്രൂപ്പുകൾക്കും. പുനഃസംഘടനാ ചർച്ചകളോടുള്ള K സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഹൈക്കമാൻഡിന്റെ കൂടുതൽ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകളും പുനഃസംഘടന ചർച്ചകളും നടത്താൻ തങ്ങൾക്ക് അറിയാമെന്ന നിലപാട് ഇതിനോടകം തന്നെ AICC നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.